നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിരിക്കുന്നു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 5000 കോടി രൂപയുടെ ഇടപാട് സ്വത്തുക്കൾ കൈക്കലാക്കി 5000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സുപ്രധാന രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം ED സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 5000 കോടി മൂല്യമുള്ള സ്വത്ത് കേവലം 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങി എന്ന് കാണിച്ചുകൊണ്ടാണ് വലിയ രീതിയിൽ 5000 കോടി രൂപയുടെ വലിയ തട്ടിപ്പ് തന്നെ നടത്തിയിരിക്കുന്നത്. യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ആയിരുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. നാഷണൽ ഹെറാൾഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഈ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 70% ഷെയർ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമാണ്. ഏതായാലും ഈ ED ഓഫീസിലേക്ക് ഇന്ന് രാജ്യത്തെ എല്ലാ ED ഓഫീസുകളിലേക്കും മാർച്ചും പ്രതിഷേധ പ്രകടനവും മറ്റും നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ വിചാരണയ്ക്കായി പോകേണ്ടതുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്, മറ്റ് അനുബന്ധ തെളിവുകളിലേക്കും മറ്റും കടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട് EDക്ക്, ഇല്ല എങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടെ അനവധി വിഷയങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് രാജ്യവ്യാപകമായി തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുന്നു. പക്ഷേ ഈ കേസ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായതല്ല. 2013 സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തൊരു കേസാണ്. 2014 മോദി ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതും. ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരെന്ന് പ്രതിപക്ഷം എപ്പോഴും പറയാറുള്ള കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള ഗാന്ധി കുടുംബം ഒന്നിനു പുറകെ ഒന്നായിപ്പെടുന്ന കാഴ്ചയാണ്. ഇന്നലെ റോബർട്ട് വദ്രയ്ക്ക് എതിരെ ഭൂമി ഇടപാടിൽ ഒരു കേസ് കൂടി ഫയൽ ചെയ്ത് ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഒരു കുടുംബം ഒന്നടങ്കം അകത്താകുമോ എന്ന് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.